11ാമത് ദേശീയ സരസ്മേള ചെങ്ങന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ 5 ദിവസം പിന്നിട്ടപ്പോഴേക്കും വൻ ജനസാഗരമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഫ്ലവർ ഷോയും പെറ്റ് ഷോയുമാണ്. ഒത്തിരി വലുതല്ലെങ്കിലും നല്ല ഭംഗിയിൽ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹാർട്ടിൻ്റെ ഇത് വെച്ചിട്ട് അവിടെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്. അങ്ങേയറ്റത്തായിട്ട് 2 സെൽഫി പോയിന്റുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നമുക്ക് വേണ്ടുന്ന ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. ചെടികൾ മാത്രമല്ല, തൈകളും ഒക്കെ നമുക്ക് വാങ്ങിക്കാനുള്ള സൗകര്യം ഇവിടെ. ഇനിയിപ്പം പെറ്റ്സിൻ്റെ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ വിവിധയിനം പക്ഷികൾ, ആഫ്രിക്കൻ ലവ് ബേഡ്സും സൺകുണൂറും ലവ് ബേഡ്സും മക്കാവോയും പിന്നെ പ്രാവുകൾ, അങ്ങനത്തെ ഒരുപാട് പക്ഷികളുടെ വിവിധ ഇനങ്ങളുണ്ട്. പിന്നെ അലങ്കാര കോഴികളുണ്ട്, മുയലുകൾ, ഉരകവർഗ്ഗങ്ങൾ, 2 പെരുമ്പാമ്പിനെയൊക്കെ ഉണ്ട്. പിന്നെ ഇഗ്വാനയുണ്ട്, മീനുകൾ, പട്ടിക്കുട്ടികൾ എല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കൊച്ചുകുട്ടികളെയും കൊണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് ഇതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. കൊച്ചുകുട്ടികൾക്കെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഇത് കാണാൻ നല്ല കൗതുകമുള്ളൊരു കാര്യമാണ്. അങ്ങനെ 5 ദിവസം പിന്നിട്ടപ്പോഴേക്കും ഒരുവിധം സ്റ്റേജ് ഷോകളെല്ലാം കഴിഞ്ഞു. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആയപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീഫൻ ദേവസിയുടെ പരിപാടിയും ജോസ്നയുടെയും റിമി ടോമിയുടെയും ബുധു പ്രതാപിൻ്റെയും കലാഭവൻ ഷാജോൻ്റെയൊക്കെ ലൈവ് ഷോകൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം. അപ്പം ഇതുവരെ പോകാൻ പറ്റാത്തവർക്ക്, അതായത് ഇതുവരെ ഈ പരിപാടികളൊന്നും കാണാൻ പറ്റാത്തവർക്ക് മെഗാ ഷോകൾ ഇനിയുമുണ്ട്. അപ്പം ഇനിയുള്ള പരിപാടികൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പെട്ടെന്ന് പറയാം. അതായത് ശനിയാഴ്ച 25-ാം തീയതി നമുക്ക് 7:30 കനൽ ഫോക്ക് ബാൻഡിൻ്റെ ഒരു പരിപാടിയുണ്ട്. കനൽ ഫോക്ക് ബാൻഡിൻ്റെ ഒരു പരിപാടി വരുന്നുണ്ട്. പിന്നെ ഞായറാഴ്ച 26-ാം തീയതി 4 മണിക്ക് മധുരിമ ഓർക്കസ്ട്ര, ആലപ്പുഴയിലുള്ള മധുരിമ ഓർക്കസ്ട്രയുടെ ഒരു ഗാനമേള വരുന്നുണ്ട്. പിന്നെ അന്ന് തന്നെ ഞായറാഴ്ച നാളെ 7:30 വയലിൻ ചെണ്ട ഫ്യൂഷൻ ഉണ്ട്. അത് നല്ലൊരു ഗംഭീര പരിപാടിയാണ് കേട്ടോ, വയലിൻ ചെണ്ട ഫ്യൂഷൻ. അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ മസ്റ്റ് വാച്ചാണ്, എല്ലാവരും പോയി കാണുക. ഇതുവരെ പോകാത്തവരും പോയവരും ഒക്കെ പോയി കാണുക. പിന്നെ തിങ്കളാഴ്ച വരുമ്പോഴത്തേക്ക് 27-ാം തീയതി ഷഹബാസമൻ്റെ ഒരു പാട്ടുണ്ട്, ഷഹബാസമൻ്റെ പരിപാടിയുണ്ട്. അതും നമ്പർ 1 പരിപാടിയാണ്. അപ്പം ഇതുവരെ ഇതിന് പോകാൻ പറ്റാത്തവർക്ക് അതും നല്ലൊരു അവസരമായിട്ട് എടുക്കാവുന്നതാണ്. 27-ാം തീയതി തിങ്കളാഴ്ച. പിന്നെ 28-ാം തീയതിയിലേക്ക് വരുമ്പോഴത്തേക്ക് സിത്താര ബാലകൃഷ്ണൻ്റെ ഒരു നൃത്ത പരിപാടിയുണ്ട്. പന്തളം ബാലൻ്റെ ഒരു ഗാനമേളയുണ്ട് രാത്രി 7:30. പിന്നെ 29-ന് വരുമ്പോഴത്തേക്ക് കുമാർജിയുടെ ഒരു ഗസലുണ്ട്. അത് കഴിഞ്ഞ് മൊഴി ഫോക്ക് ബാൻഡിൻ്റെ ഒരു പരിപാടിയുണ്ട് 29-ന് ബേസിൽ വരുന്നുണ്ട്. 29-ാം തീയതി ബേസിൽ ചെങ്ങന്നൂർ ഈ പരിപാടിക്ക് എത്തുന്നുണ്ട്. അപ്പം ബേസിനെ കാണാനുള്ള ഒരു അവസരവും കൂടിയാണ് ചെങ്ങന്നൂറുകാർക്ക്. പിന്നെ 30-ാം തീയതി വന്നിട്ട് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ശ്രീരാഗും അനുശ്രീയുടെയും ലൈവ് മ്യൂസിക്കൽ ഷോ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 31-ാം തീയതി ലാസ്റ്റ് ദിവസം സമാപന സമ്മേളനം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസീത ചാലക്കുടിയുടെ നാടൻ പാട്ടുണ്ട്. അതും നല്ലൊരു വമ്പും പരിപാടിയാണ്. അപ്പോൾ ഇതുവരെ ഒരു പരിപാടിയും വന്ന് കാണാത്തവർക്ക് ഇത്രയും പരിപാടികളുണ്ട്. അപ്പം ഇത് മിസ്സാക്കാതെ 31 വരെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എല്ലാവരും വരിക, പരിപാടികളൊക്കെ കണ്ട് പോവുക. അപ്പോൾ ഇനി നമുക്ക് ഇതിനിടയിൽ ഇവിടെ നടന്നിരുന്ന ഒരു ചിന്തുപാട്ട് കേട്ടിട്ട് വരാം. നല്ല രസമാണ്. ഇത് ആദ്യത്തെ ദിവസം നടന്നിരുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഒരു ചിന്തുപാട്ട് കേട്ടിട്ട് വരാം. മേലെ